നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആയുഷ് മൈസൂരുള്ള സ്ഥാപനമാണ്. അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്, സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ ഇതിലോട്ടുള്ള സ്പീച്ച് ആൻഡ് ഹിയറിംഗ് BA-SLP അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാമുകളിലോട്ട് ഒരുപാട് കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം BA-SLP പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ആയുഷ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ആയുഷിൻ്റെ അഡ്മിഷൻ പ്രോസസ്സും 2025 പ്രോസ്പെക്ടസും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസിലോട്ട് വരുന്ന സമയത്ത് ആയുഷിൻ്റെ എൻട്രൻസ് എക്സാം ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാം സെൻറ്റർ വരുന്നത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരാണ് എക്സാം സെൻറ്റർ വരുന്നത്. അപ്പോൾ എക്സാം നമുക്ക് BA-SLP ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഡിപ്ലോമ പ്രോഗ്രാമുകൾ. ഇപ്പോൾ BA-SLPക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അറൗണ്ട് 1625 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം നടക്കുന്നത് തൃശ്ശൂർ, കേരളത്തിലാണെങ്കിൽ തൃശ്ശൂർ വെച്ചിട്ട് എക്സാം നടക്കും. ഇതിന് ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതവും, തെറ്റായ ഉത്തരത്തിന് 0 മാർക്കാണ്, നെഗറ്റീവ് മാർക്കില്ല. എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +1 +2 നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമല്ല, മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതായത് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സോ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BA-SLPക്ക് ഇതാക്കാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് ചോദ്യങ്ങൾ ഉണ്ടാവുക 150 ചോദ്യങ്ങളാണ്. കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും ഇതുണ്ടായിരിക്കുന്നത്. 150 ചോദ്യം. അതിൽ നമുക്ക് ഓരോ പേപ്പറിനും 50 ചോദ്യം വെച്ചിട്ടാണ് ഉണ്ടാവുക. 50 മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ആയുഷിൻ്റെ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ ഒന്ന് ഡിപ്ലോമ പ്രോഗ്രാമാണ്, ഡിപ്ലോമ ഇൻ ഹിയറിംഗ് എയ്ഡ് ആൻഡ് ഇയർ മൗൾഡ് ടെക്നോളജി. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഇയർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് സ്പീച്ച് ത്രൂ വീഡിയോ കോൺഫറൻസ് മോഡ്. ഈ 3 പ്രോഗ്രാമുകളാണ് ഡിപ്ലോമ ലെവലിലുള്ളത്. 1 ഇയർ പ്രോഗ്രാം വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓരോ പ്രോഗ്രാമിനും 30 സീറ്റ് വെച്ചിട്ടാണുള്ളത്. പിന്നെ ആയുഷിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ട്. ഇപ്പോൾ BA-SLP പഠിക്കുന്ന കുട്ടികൾക്ക് 4 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് വരുന്നത് 80 സീറ്റാണ് വരുന്നത്. 800 രൂപ വെച്ചിട്ട് നമുക്ക് മന്ത്ലി ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ പൊതുവെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ കൊടുക്കുന്നത് BA-SLP പ്രോഗ്രാമിനാണ്. അപ്പോൾ BA-SLPയുടെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് 80 സീറ്റാണ്. 40 സീറ്റ് ജനറലും 40 സീറ്റ് റിസർവേഷനും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 40 സീറ്റോളം അവിടെ BA-SLPക്ക് അവൈലബിൾ ആണ്. BA-SLPയുടെ സ്കോപ്പ് ഓഫ് ദ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ BA-SLPനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ലെങ്ത്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഈ സ്കോപ്പും കാര്യങ്ങളും അതിൻ്റെ സിലബസും അതിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് BA-SLPയുടെ നമ്മൾ അതിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയുഷിൻ്റെ എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അഡ്മിഷൻ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ബോർഡിൽ 2 കൊല്ലത്തെ +1 +2 നമ്മൾ പഠിച്ചിരിക്കണം. അത് CBSE ആണെങ്കിലും കുഴപ്പമില്ല, കേരള സിലബസ് ആയാലും കുഴപ്പമില്ല, അംഗീകാരമുള്ള ഒരു ബോർഡിലായിരിക്കണം. മിനിമം കുട്ടികൾക്ക് 50% മാർക്ക് വേണം. SC/ST കുട്ടികളാണെങ്കിൽ 45% മാർക്ക്. എക്സ്പെഷ്യലി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഗ്രൂപ്പ് കോമ്പിനേഷൻ പഠിച്ച കുട്ടികൾക്കാണ് ഈ കോഴ്സിന് ചേരാൻ പറ്റുക. എൻട്രൻസ് അടിസ്ഥാനത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 4 വിഷയമായിരിക്കും ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയമാണ് നമ്മൾ എഴുതേണ്ടത്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോ മാത്തമാറ്റിക്സോ പഠിച്ച കുട്ടികൾക്ക്, അതായത് ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ നിർബന്ധമായിട്ടും എഴുതണം. അതിൻ്റെ പുറമെ നമുക്ക് ഒന്നെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും എഴുതണം. എലിജിബിലിറ്റി പറയുന്ന സമയത്ത് ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച കുട്ടികൾക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്കും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി പോലുള്ള സയൻസ് ഓറിയൻറ്റഡ് സബ്ജക്റ്റുകൾ പഠിച്ച കുട്ടികൾ ഈ BA-SLP ആയുഷിൽ പഠിക്കാൻ എലിജിബിൾ ആണ്, എൻട്രൻസ് ചെയ്താൻ എലിജിബിൾ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലൊരു സംശയം മാറിയല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതണം. അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 40 സീറ്റ് ജനറലും ബാലൻസ് വരുന്നത് 40 സീറ്റ് റിസർവേഷനും, ടോട്ടൽ 80 സീറ്റാണ് ടോട്ടലി ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഫീസിലോട്ട് വരുന്ന സമയത്ത് BA-SLP ജനറൽ കാറ്റഗറിക്ക് വരുന്നത് ഫസ്റ്റ് ഇയർ 24,701, സെക്കൻഡ് ഇയർ 18,951. ഇന്റേൺഷിപ്പ് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും സെയിം ഫീസാണ്. പിന്നെ ഇന്റേൺഷിപ്പ് സമയത്ത് 19,572 രൂപയാണ് ഫീസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി BA-SLPനെ കുറിച്ചിട്ടും ആയുഷിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ആയുഷിൽ എൻട്രൻസ് ചെയ്തിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അംഗീകാരമുള്ള പ്രൈവറ്റ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒക്കെ അംഗീകരിച്ചിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് BA-SLP പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ കംപ്ലീറ്റ് അഡ്മിഷൻ ഗൈഡൻസ് പറഞ്ഞിരുന്നതായിരിക്കും. അതുപോലെ തന്നെ BA-SLP
ഫീഡിനെ കുറിച്ചിട്ട് എലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സ്കോപ്പും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെയും ചാനലിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും.